സ്മാർട്ട് റോഡ് പദ്ധതി അതിൻ്റെ പേരിൽ ജനങ്ങൾ എത്രത്തോളം ദുരിതം അനുഭവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്, അതിൻ്റെ ചിത്രമാണ് ജനം ടി വി ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ശാസ്താ റോഡിൽ നിന്നും MK വിനോദ് തുടരുകയാണ്. അപ്പം പാപ്പനംകോട് നിന്നും ടിൻഡുദാസുമുണ്ട്. ടിൻഡുവിലേക്ക് എത്താം. അതിനു മുമ്പ് MK വിനോദിലേക്ക് ഒരിക്കൽ കൂടി. വിനോദ്, അല്പസമയം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടുത്തെ ആശുപത്രിയിലേക്ക് എത്താനുള്ള രോഗികളുമായി പോകാനുള്ള റോഡ് പോലും അല്ലെങ്കിൽ ആ ഒരു മാർഗം പോലും ഇല്ലാതായിരിക്കുന്നു. അത്രത്തോളം നിസ്സഹായരാണ് ആ പ്രദേശവാസികൾ. അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇത്രത്തോളം ദുരിതം അനുഭവിക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കാരണം ഞങ്ങളുടെ റോഡ് സ്മാർട്ടാകുന്നു എന്ന് കരുതുമ്പോൾ അത്രത്തോളം സന്തോഷിച്ചിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം സന്തോഷിച്ചോ അത്രത്തോളം ദുഃഖിക്കുകയാണ് അവരെല്ലാവരും. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രോഗികളായ ആൾക്കാരെ കൊണ്ടുപോകാൻ സംവിധാനങ്ങളില്ല, ഒന്ന് പുറത്തേക്ക് പോകാൻ സംവിധാനങ്ങളില്ല, ഈ കൗൺസിലറെ കാണാനില്ല. എങ്കിലും അവർ ബന്ധപ്പെടുമ്പോൾ, അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ എന്ത് മറുപടിയാണ് അവർക്ക് ലഭിക്കുന്നത്? സുരേഷ്, നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു കുഗ്രാമത്തിലുള്ള റോഡൊന്നുമല്ല, നഗരസഭയിലെ നഗരഹൃദയത്തിലുള്ള റോഡാണ്. നമുക്കറിയാം, നമ്മുടെ കേരളം പോലും സംഗീത ലോകം പോലും ഓർത്തിരിക്കുന്ന MG രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾ, അതേപോലുള്ള മഹാരഥന്മാർ ജീവിച്ചിരുന്ന അവരുടെ വീടുകൾ സ്ഥിതി ചെയ്യുന്ന റോഡാണിത്. MG രാധാകൃഷ്ണൻ, അദ്ദേഹം ഇന്നില്ല, അദ്ദേഹത്തിന്റെ സഹോദരി ഡോക്ടർ ഓമനക്കുട്ടി, അവരൊക്കെ താമസിക്കുന്ന പ്രധാനപ്പെട്ട ഏരിയ ആണ്. പാവപ്പെട്ട ആളുകളും സാധാരണക്കാരും വളരെ പ്രശസ്തരും ഒക്കെ ആയിട്ടുള്ള നിരവധി ആളുകൾ താമസിക്കുന്ന ശാസ്താ റോഡിനോടാണ് ഇത്തരത്തിലുള്ള ഒരു അവഗണന, ഇത്തരത്തിലൊരു സാധാരണ മൃഗങ്ങളോട് പോലും കാണിക്കാത്ത അത്ര ക്രൂരതയാണ് നഗരസഭ, ഇവിടുത്തെ കോർപ്പറേഷൻ, ഇവിടുത്തെ ജനങ്ങളോട് കാണിക്കുന്നത്. അവർ എതുവഴി സഞ്ചരിക്കും, അവരെങ്ങനെ ആശുപത്രിയിൽ പോകും, അവരെങ്ങനെ കോളേജിൽ പോകും, അങ്ങനെ ആളുകൾ എങ്ങനെ അരി വാങ്ങും, ഉപ്പ് വാങ്ങും, ഇതൊന്നും അറിയാൻ വയ്യാതെ എല്ലാം വെട്ടിപ്പൊളിച്ച് സ്മാർട്ടാക്കുകയാണ്. നമ്മളിവിടെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ സിസ്റ്റർമാർ ഇവിടെ നിൽപ്പുണ്ട്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, ഈ ആശുപത്രിയിൽ എത്തുന്ന ഗർഭിണികൾ, കൊച്ചുകുട്ടികൾ, ഇവരൊന്നും ഇപ്പോൾ ഇങ്ങോട്ട് എത്തുന്നതേ ഇല്ല. ആംബുലൻസ് വരാത്ത ഒരു ആശുപത്രിയിൽ എങ്ങനെ രോഗികൾ വരും? ഇവിടെ എത്ര നാളായി ഈ പ്രശ്നം? ജാനുവരിയിലാണ് ഇത് ഞങ്ങൾ തുടങ്ങിയത്. ജാനുവരി ഒരു 5-ാം തീയതി കഴിഞ്ഞപ്പോഴാണ് റോഡ് ഇങ്ങനെ ആയത്. അതിന് ഞങ്ങൾക്ക് ഒത്തിരി ഷുഗറും BP ഒക്കെ ഉള്ള ഒത്തിരി പേഷ്യൻസ് ഉണ്ട്, വയസ്സായ അമ്മമാരൊക്കെ ഉണ്ട്. ആർക്കും വരാൻ പറ്റുന്നില്ല, 4 മാസമായിട്ട് ചെക്കപ്പിനൊന്നും വരാൻ പറ്റുന്നില്ല. അവർ ബുദ്ധിമുട്ടുകയാണ്. പ്രഗ്നൻസി പേഷ്യൻ്റ് ഇതുപോലെയാണ്, ഒന്നും വരാൻ പറ്റാതെ ഒത്തിരി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര വല്ലാത്തൊരു കഷ്ടമായിട്ടാണ് ഈ റോഡ് ഇങ്ങനെ. അത് എന്തെങ്കിലും ഒരു പരിഹാരം അത് ചെയ്യണം, അത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഞങ്ങളെ പോലെ ഉള്ളവരുടെ ഉപജീവന മാർഗമാണ്. ഞങ്ങൾക്ക് സാലറി ഒക്കെ തരണമെങ്കിൽ പേഷ്യൻസ് ഒക്കെ വന്നേ പറ്റത്തുള്ളൂ. അപ്പൊ അതൊന്നും നടക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ രാവിലെ വന്നിട്ട് ഇരുന്നിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഒരു കുറവ് വന്നിട്ടില്ല. പക്ഷേ അത് ഈ വഴി ഇങ്ങനെ ആയത് കാരണം ആർക്കും വരാനും ഞങ്ങളെ വിളിച്ചും വരാതെ ഏത് വഴി വരണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പേഷ്യൻസ് ഒക്കെ ബുദ്ധിമുട്ടുന്നുണ്ട്. അത് കാരണം ഞങ്ങൾക്കും ജോലി ഇല്ലാതായിരിക്കുകയാണ്. വന്നിട്ട് ഞങ്ങൾ വെറുതെ ഇരിക്കുവാണ്. പേഷ്യന്റ് എല്ലാം വിളിച്ചുകൊണ്ടിരിക്കുന്നു, എങ്ങനെ വരട്ടെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുവാണ്.